ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ദുർഗാപൂജയുടെ ഒരു പ്രിപ്പറേഷൻസാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഞാൻ എല്ലാ പ്രാവശ്യവും ഈ ബൊമ്മക്കുലു വെക്കാറുണ്ട് ഇവിടെ, ചെറുതായിട്ടാണെങ്കിലും. പക്ഷേ അതൊരു അവസാനത്തെ 3 ദിവസം വെക്കാറ്. ഇപ്രാവശ്യം ഞാൻ 9 ദിവസം വെക്കാം, നിവേദ്യമൊക്കെ വെച്ചിട്ട് വ്രതമൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പൂജ വയ്ക്കുന്ന വിളക്ക് കത്തിക്കുന്ന സ്ഥലം വർഷങ്ങളായിട്ട് അനക്കാതെ വെച്ചിരിക്കുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അമ്മയ്ക്കത് അവിടെ ആരും ഒന്നും മാറ്റണത് ഇഷ്ടമല്ല. ഇപ്പം എന്തായാലും ഞാൻ നിർബന്ധിച്ച് അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി, അങ്ങനെ വൃത്തിയാക്കി ടേബിൾസൊക്കെ വെച്ചു. എനിക്കെന്തോ പ്രത്യേക സന്തോഷമായിരുന്നു അങ്ങനെ വൃത്തിയാക്കിയിട്ടൊക്കെ ചെയ്തപ്പോൾ. അങ്ങനെ ഞാൻ നല്ലൊരു ഷീറ്റൊക്കെ വിരിച്ചു. ആദ്യം ദുർഗാദേവീനെ വെച്ചു, പിന്നെ ദശാവതാരം വെച്ചു. കുറച്ച് കൺഫ്യൂഷനായി, എനിക്കാരും എന്താണെന്ന് മനസ്സിലാവാഞ്ഞിട്ട്. എന്നാലും എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. എന്തെങ്കിലും കുറ്റുണ്ടെങ്കിൽ ദൈവങ്ങളല്ലേ ക്ഷമിച്ചോളും. നമ്മളെക്കാളും വലിയ മനസ്സുള്ള ആൾക്കാരല്ലേ, ക്ഷമിക്കും. അപ്പോൾ അങ്ങനെ എല്ലാം വെച്ചു. കുറേ നേരം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായെങ്കിലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും വെച്ചു. പിന്നെ ഞാൻ കുറച്ച് കളർഫുൾ ദിയാസ് സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിൽ കിട്ടും ഇപ്പം, അപ്പോൾ അതിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചിട്ട് അറേഞ്ച് ചെയ്തു. ഞാൻ തലേദിവസം രാത്രി അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ അടുത്ത ദിവസം രാവിലെ വന്നിട്ട് കുറച്ച് ഈസി ആയിട്ട് വിളക്കൊക്കെ കത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഫ്ലവേഴ്സും വെച്ച് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞാൻ 9 ദിവസം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു ഐഡിയ തരുന്ന രീതിയിൽ ഞാനൊരു സീരീസ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം ഏത് ദേവീനെയാണ് പൂജിക്കുന്നത് എന്നൊക്കെയുള്ള, എന്ത് നിവേദ്യമാണ് കഴിക്കണത് എന്നൊക്കെയുള്ള. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ചാനലിൽ കയറിയിട്ട് കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഐശ്വര്യപൂർണമായ ഒരു ദുർഗാപൂജ ആശംസിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് എന്തെങ്കിലും പുതിയ വിദ്യാരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ആശംസിക്കുകയാണ് കേട്ടോ.